ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മുഖത്തിന് മാറ്റം വരുന്നതും എനിക്ക് ബാക്കിയുള്ളവർക്ക് അത് തിരിച്ചറിയാൻ പറ്റാത്തതും അതും. പിന്നെ നിങ്ങളെക്കുറിച്ച് ആരെക്കുറിച്ച് പറയണമെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ മെറ്റീരിയൽസ് തലയ്ക്ക് സുഖമുണ്ട് ചികിത്സ ചെയ്യാൻ പറയണം. അപ്പോൾ എനിക്ക് നിങ്ങൾ സ്വയം ചികിത്സ നേടുന്നത് പറയാം. അപ്പോൾ അതിന് ഞാൻ പറയുമ്പോൾ എനിക്ക് ഒരു മുഖത്തിന് മാറ്റം വരുമ്പോൾ ഇപ്പോൾ ഒരു മുടി വെട്ടി 6 മാസത്തേക്ക് ഇങ്ങനെ ഒരു ചുരുങ്ങി വന്നോ വേറെ ചെറിയ ടൈമിനൊക്കെ കണ്ടുണ്ട്. ആ വിടർന്ന മുഖം പെട്ടെന്ന് വിടർന്ന് കണ്ണൊക്കെ വിടർന്ന് വെളുത്ത ഒരു വേറെ കളർ മാറണ ടൈപ്പ് വരില്ല. അപ്പോൾ അതും അങ്ങനെ തന്നെയായിരുന്നു പണ്ടും. ഇപ്പോൾ ഒരു 2-3 ക്ലാസ് ഇവിടെ തൃശ്ശൂർ സ്കൂളിൽ ചേർന്നിട്ട് 3, 4, 5, 6, 7 വരെ ഒരു വിടർന്നൊരു മുഖം, എന്തോ ഒരു തരം ആ ടൈപ്പ് ഒരു തരം എന്താ പറയുക ഡയമണ്ട് ഷേപ്പ് മുഖമായിരുന്നു. അപ്പോൾ അത് വിട്ട് പിന്നെ 8th സ്റ്റാൻഡേർഡ് ഇപ്പോൾ അവിടെ നിന്ന് കുറേ പോയിന്ന് തോന്നുന്നു. ആ സമയത്ത് ചെറിയതായി നമ്മളൊന്നും അതിനെക്കുറിച്ചും മെച്ചുവറായിട്ട് ചിന്തിക്കണല്ലോ. അപ്പോൾ ഒന്ന് ഹൈസ്കൂളാകുമ്പോൾ അതിൽ മെറി ജോസൊക്കെ വന്നത് കഴിഞ്ഞാൽ എൻ്റെ മുഖം കുറച്ചുകൂടി ഇരുണ്ട പോലെ ഇരുണ്ടിട്ട് ഇങ്ങനെ എന്തോ കണ്ണ് കുഴിഞ്ഞ പോലെയാണ്. ടീനേജ് ടൈമിൻ്റെ ആണെന്ന് അറിയില്ല. വിടർന്ന മുഖം പോയിട്ട് വേറൊരു ഇങ്ങനെ കുരുവൊക്കെ ആയിട്ട് ഇങ്ങനെ കറുത്ത് ഇങ്ങനെ 8, 9, 10, 11, 12. പിന്നെ കോളേജിലും വൃത്തികെട്ട സ്ഥലത്ത് എനിക്കറിയാം പോണ്ട. ഞാൻ കണ്ട് വളരുന്ന ബാക്കിയുള്ളവർ പൊട്ടി മുളച്ച് ഇവിടേക്ക് വരുന്നതെന്നൊക്കെ അറിയാം. എന്നാലും അങ്ങോട്ട് പോയപ്പോൾ ഒരു ഒരു മുഖത്തിൻ്റെ ഒരു ചെറിയ മുഖമായി മാറി. കണ്ണുകളൊക്കെ ചെറുതായി പോയി. അപ്പോൾ കുറേ പേർക്ക് അങ്ങനെ അന്ന് പുതിയ പൊട്ടി മുളച്ച് എവിടെ നിന്നോ ആദ്യമായിട്ട് ട്രെയിൻ കയറി വരണ കുറച്ച് ഇടങ്ങൾക്ക് വെട്ടിത്തരം മാത്രം വിളമ്പണവർക്ക് ഒന്നും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ആ വിടർന്ന മുഖം പെട്ടെന്ന് വരില്ല. ചില നേരത്ത് വരും. ചിലർ കാണുമ്പോൾ ഒരു നടക്കുമ്പോൾ എവിടെയോ നടക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ അങ്ങോട്ട് വരില്ല. അപ്പം അങ്ങനെ തന്നെയാണ് സെക്കൻഡ് ടൈം ബാംഗ്ലൂർ പോകുമ്പോൾ അത് കുറച്ചുകൂടി വിടർന്നു. എല്ലാം അന്ന് പറയാത്തതൊക്കെ പബ്ലിഷ് ചെയ്തെല്ലാം വിവരിച്ച് എഴുതിയപ്പോൾ ക്യാരക്ടേഴ്സ് വന്നു. പിന്നെ ഒരു തേർഡ് ടൈം കൊറോണ ടൈം ഓഗസ്റ്റ് 2 കഴിഞ്ഞാൽ വരുമ്പോൾ വീണ്ടും വേറെ മുഖത്തിന് വേറെ വ്യത്യാസങ്ങൾ. അതൊക്കെ ഞാൻ ആ പിക്കുകളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുണ്ട്. അപ്പോൾ അതിൽ വേറെ ടൈപ്പ് മുഖങ്ങളാണ്. പിന്നെ ലാസ്റ്റ് അപ്പോൾ നിൽക്കേണ്ട സമയമായി, ജോലി നിർത്തേണ്ട സമയമായി. 9/9/9 എന്ന 21/9/21 റിസൈൻ ചെയ്ത് നിർത്തേണ്ട. ലാസ്റ്റ് പോകേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ നിന്നു. അത് കഴിഞ്ഞ് രാജസ്ഥാൻ പോയി. ഇപ്പോൾ വേറെ ഒരു ബ്രൈറ്റ് കളറായി. അവിടുത്തെ വെള്ളം, അവിടുത്തെ ഉപ്പ് ടൈപ്പുള്ള വെള്ളത്തിൽ കുളിച്ച വേറെ ടൈപ്പ് മുടിയുടെ സ്ട്രക്ചറൊക്കെ പെട്ടെന്ന് വളർന്നു. മുടി വെട്ടി വളർന്നൊക്കെ പെട്ടെന്നൊരു ഇങ്ങനെ കിളിർത്ത് ടൈപ്പ് എന്തോ ഒരു എന്താ പറയാൻ പപ്പും ഇങ്ങനെ എന്താ പറയുന്നത് ഒരു തരം കോട്ടൺ വൂള് പോലെ വളർന്നു മുടി, നല്ല ബ്രൗൺ തിളങ്ങണ കളറായിട്ട്. അപ്പോൾ അവിടെ മാറ്റം. പിന്നെ ഇവിടെ തിരിച്ച് വന്നപ്പോഴും വേറെ ടൈപ്പ് മാറ്റം, വേറെ മുഖങ്ങൾക്കൊക്കെ ഭയങ്കര ചെയ്യണ രീതി മനസ്സിലാവും. അപ്പോൾ ഇപ്പം ഞാൻ 6 മാസത്തേക്ക് ഈ മുഖം തന്നെ പ്രതീക്ഷിച്ചാൽ മതി. ചുരുങ്ങിയ മുഖമുണ്ട്. അപ്പോൾ ആ മുഖം കണ്ട് ബാക്കിയുള്ള തിരിച്ചറിയില്ലെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് മുതൽക്കൂട്ടാവും എനിക്ക് തന്നെ. പിന്നെ പിന്നെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ യേശുവയുടെ അന്ന് നമ്മൾ 2000 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു, 2030 വർഷമായിരുന്നു എങ്ങനെയായിരുന്നു അറിയില്ലല്ലോ. അപ്പോൾ അതിന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അതിന് എന്താ പറയുക, ഒരു പെർഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 5 ട്രൈ. എന്താ വെച്ചാൽ അന്ന് ഫേക്ക് ഡെഡ് ബോഡിയാണോ ഈ സാക്രിഫൈസ് ചെയ്യാൻ പോവല്ലേ, അന്ന് എഴുതി വെച്ചണ പോലെ ചെയ്യിപ്പിക്കണം. അതാണ് ജപ്പാനീസും ബ്രസീൽക്കാരും ചെയ്യിപ്പിക്കില്ല. അപ്പോൾ അവർ മുതൽക്കൂട്ടാൻ ചെയ്യണം, കാര്യത്തിന് ചെയ്യണം. പക്ഷെ മറിയം വരെ എതിർത്തില്ല. അപ്പോൾ അതിന് വേണ്ടി അഡോൾഫ് ഹിറ്റ്ലർ അവർ കൊല്ലേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ ഈ സാക്രിഫൈസ് ചെയ്യാൻ തിടുക്കായതുകൊണ്ട് ഒരു 3.5 വർഷത്തിനുള്ളിൽ ഒരു പിടിക്കാൻ പോവുക. അവർ പബ്ലിക്കായിട്ട് അവർ സ്പീഡിൽ നടന്നു പോകുമ്പോഴും അവരെ പിടിക്കാൻ പറ്റണല്ലേ. പിന്നെ വേറെ ആൾക്കാരെ അയച്ചിട്ടേ അവർക്ക് ഒറ്റ കൊടുക്കാൻ പറ്റണുള്ളൂ, തിരിച്ചറിയാൻ പറ്റണല്ലേ. അതെന്താ തിരിച്ചറിയാൻ പറ്റാതെ എന്താണെന്നറിയില്ല, മുഖത്തിന് വ്യത്യാസം ഉണ്ടോയെന്ന് അറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഈ വേറെ ഇവിടെ പബ്ലിക്കിലേക്ക് എന്തെങ്കിലും പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലും ഇവിടെ നിൽക്കുമ്പോൾ അവർ മുഖത്ത് പോയി സംസാരിക്കാനുള്ള പബ്ലിക്കാർ എന്ന് ചോദിക്കും പോവും. പക്ഷെ അവർക്കറിയാം ആരെവിടെയാന്ന്. പക്ഷെ വേറെ ആളെ അയച്ചു കഴിഞ്ഞിട്ട് അവരെ തിരിച്ചറിയാനുള്ള ആളെ ഏൽപ്പിച്ചിട്ട് ഒറ്റ കൊടുക്കണ പോലെ ആക്കി വെക്കുള്ളൂ. അപ്പം അന്ന് അവർക്ക് മുഖത്തിന് വ്യത്യാസം ഉണ്ടോ ആർക്കറിയാം. അപ്പോൾ അങ്ങനത്തെ ഇത് വരുമ്പോൾ അന്ന് ഫേക്ക് ഡെഡ് ബോഡി ആണോ എന്നറിയില്ലല്ലോ. ഫേക്ക് ഡെഡ് ബോഡി പെട്ടിട്ട് ഉയർപ്പിച്ചിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടി പോകണതിന് കാര്യമില്ലല്ലോ. അന്ന് സാക്രിഫൈസ് ചെയ്യാൻ തിടുക്കുമ്പോൾ വേറെ ഇതായതുകൊണ്ട് ഒരു 3 വർഷത്തിനുള്ള 30 വയസ്സ് തൊട്ട് 33.5 വർഷം, അല്ല 30 വയസ്സ് തൊട്ട് 3.5 വർഷം, 6/2. അപ്പോൾ അത് നമ്മൾ 3.5 നോക്കുമ്പോൾ 3 to 6/2. അപ്പോൾ ആ രീതിയിൽ നമ്പർ നമ്മൾ അവർ സാക്രിഫൈസ് ഒരു മൂന്ന് ഉയർപ്പ് നടത്തിയിട്ടുള്ളതാണ്. അത് ഡെഡ് എന്നിട്ട് പറയാം, ഫേക്ക് ഡെഡ് ബോഡിയാണ് നോക്കേണ്ടത്. അത് സാധാ ഉറങ്ങി കിടക്കണ പോലെ ഉയർപ്പിച്ച് അതൊക്കെ ഒരു സമയം വെച്ച് പറയുന്നത്. അപ്പോൾ അത് അവർക്ക് ട്രൈ ചെയ്യാം. നമ്മൾ ഇപ്പോൾ വീട്ടിനടുത്തുള്ളവർ നാച്ചുറലായിട്ട് പോണത്. അവിടെ ഫേക്ക് ഡെഡ് ബോഡീനെ ആരും ഉയർപ്പിക്കാൻ പോവില്ല. അത് മനസ്സിലാവും, വരവിൻ്റെ മനസ്സിലാവും. ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെ നിന്ന് കാണിക്കാൻ പറ്റും, ഇങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ട് മനസ്സിലാക്കാൻ അറിയാം. അപ്പോൾ
ഇതിവിടെ പറയുമ്പോൾ തന്നെ അവർക്ക് ചുരുക്കി പറയേണ്ടത് ഞാൻ. അപ്പം ഈ ട്രൈ ചെയ്യണത് ഇപ്പോൾ നമ്മുടെ ഫാമിലിയിലാണെങ്കിൽ ആരെയും എല്ലാവരും കൂടെ ഒരു വർഷത്തിൽ ചാവില്ലല്ലോ. ഒരു 5 പേര് ചിലപ്പോൾ അടുത്ത വർഷം, ചിലപ്പോൾ ഒരു വർഷത്തിൽ 2 പേര്, അങ്ങനെ വേറെ വല്ലവരും ഉണ്ടാവും. അപ്പോൾ അവിടെ ട്രൈ ചെയ്യാം. എന്താ ജസ്റ്റ് സാധാരണ ചോദിക്കാം, എന്താ പറ്റിയ ആൻറ്റി, അങ്ങനെ അസുഖം കൂടുതലായ എന്നൊക്കെ സാധാരണ ചോദിച്ചിട്ട് പിന്നെ എന്താ ചെയ്യുക, ഇല്ല വലിപ്പം മരിച്ചിട്ടില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ജസ്റ്റ് അങ്ങനെ അങ്ങനെ വലിയതല്ല പറയണേ, കാല് പിടിച്ച് വലിപ്പം പിഴുന്നൽ, കാല് പേടിക്കണം വിഷമിക്കണം, ജസ്റ്റ് തൊട്ടിട്ട് കാല് പരികരിച്ച് പറഞ്ഞാൽ ആയ പഞ്ഞിക്കട്ടൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉയർത്ത ആയി, അല്ലെങ്കിൽ കുഴിച്ചിട്ടു, അല്ലെങ്കിൽ ആയി അല്ലെങ്കിൽ ആയി. അപ്പോൾ ഏതെങ്കിലും പിന്നെ അടുത്തതും ട്രൈ ചെയ്യുക, മൂന്നാമതും ട്രൈ ചെയ്യുക, വേറെ വല്ല അടുത്ത വർഷം അങ്ങനെ ട്രൈ ചെയ്ത് വരുമ്പോൾ ഫേക്ക് ഡെഡ് ബോഡി ഉയർപ്പിക്കണ രീതി ആവേണ്ട കാര്യമില്ലല്ലോ. എന്താ പറയുക, ഫേക്കായിട്ട് വേണ്ടല്ലോ. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്തു, അപ്പോൾ അതിന് സാധാ രീതിയിൽ ആയില്ലെങ്കിൽ കുഴിച്ചിട്ടു, അല്ലെങ്കിൽ ഉയർത്താൻ എന്താ വെച്ചാൽ അങ്ങനെ ആയി, എന്തെങ്കിലും ആവണമെങ്കിൽ ആയി, ഓക്കെ, അത് ആവണമെങ്കിൽ ആവട്ടെ. അത് കഴിഞ്ഞ് അതാണ് തരംഗം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞൊരു ഭൂമി മൊത്തം ഒരു ചേഞ്ച് പറയുമ്പോൾ അത് ക്ലൈമറ്റ് ചേഞ്ച് ആവാം, ക്ലൈമാറ്റിക് ആവാം, എന്തെങ്കിലും വേറെ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത വരും. അല്ലെങ്കിൽ ഈ വർഷത്തിൽ ഒരു 5, 6, 10 വർഷത്തിനുള്ളൂ. 10 വർഷം എന്ന് പറയുമ്പോൾ ഈ 10 വർഷം കുറേ നാളുണ്ടല്ലോ എന്ന് വിചാരിക്കണ്ട. ഒരു 2015 തൊട്ട് 2013 തൊട്ട് 2026, 2025 വരെ ഇപ്പോൾ തന്നെ കൊറോണയ്ക്ക് വന്നാൽ പെട്ടെന്ന് പോയ പോലെയാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു 10-15 വർഷം പെട്ടെന്ന് പോകും. വയസ്സായവരൊക്കെ പെട്ടെന്ന് മരിക്കേണ്ട അവസ്ഥകളൊക്കെ വരും. അപ്പോൾ അതിനിടയിൽ ചെയ്യണ കാര്യങ്ങൾ വരണം. അപ്പോൾ ആ രീതിയിൽ അപ്പം അന്നൊരു ഫേക്ക് ഡെഡ് ബോഡീനെ ഉയർപ്പിച്ചു എന്ന് വരുത്തണ്ടല്ലോ അന്ന് 2000 ഇയേഴ്സ് മുമ്പ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മറക്കണ കാര്യം പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ദിവസത്തെ 1 മിനിറ്റ് മുമ്പത്തെ കാര്യം നമ്മൾ പെട്ടെന്ന് മറക്കും. അപ്പോൾ 2000 വർഷം മുമ്പത്തെ കാര്യങ്ങൾ ആരോ ഓർക്കണേ? അപ്പോൾ ആര് മനസ്സിലാവും. അപ്പോൾ 2000 വർഷം ഏത് വർഷമായാലും അപ്പോൾ ഈ ഒരു വർഷത്തിന് മുമ്പ് എന്തുണ്ടായെന്ന് വരെ നിങ്ങൾ ഓർക്കണല്ലേ, അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ കാര്യം എന്ന് പറയുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ കാര്യം ചെറുപ്പത്തിൽ നമുക്കത് സാധിച്ചില്ലെങ്കിലും അതിപ്പോൾ ഒരു മെച്യൂർ അതിൻ്റെ ഇതുണ്ടാവില്ല. അപ്പോൾ മെച്യൂറായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ കക്കോൾ ഷെയറിങ് ആണ് ഏതാണെങ്കിലും നമ്മൾ അറിഞ്ഞും മനസ്സിലാക്കി സഹകരിച്ചും ചെയ്യണതിൽ വ്യത്യാസമുണ്ട്. പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യണതിൽ അവർക്ക് വേണ്ടെങ്കിൽ ഇഷ്ടം വേണ്ട, നമ്മുടെ സാധാ രീതിയിൽ പോകണം. അപ്പോൾ അത് അന്ന് സർക്കംസിഷൻ ചെയ്തിട്ടില്ല, അതും ഞാൻ പറഞ്ഞു 2024 വയസ്സിൽ 2012. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 2000 കഴിഞ്ഞിട്ടുള്ള 1, 2, 3 എന്നുള്ള വയസ്സ് ചേർക്കുകയാണെങ്കിൽ 2 വർഷം കഴിഞ്ഞ് വരുമെന്ന് പറയുമ്പോൾ അത് യേശുവിടെ വരവ് നല്ല നേരത്തെ ആയിരിക്കും. അതിന് പെട്ടെന്ന് അങ്ങോട്ട് ആരും അങ്ങനെ തിരിച്ചറിയണ രീതി ഇല്ലെങ്കിലും അവഗണിച്ചുള്ള രീതിയാണെങ്കിലും ഒരു കോസ്മിക് വിഷനിലൂടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കും. അതിന് ആകാശത്തോടെ വരണമെന്നല്ല പറയണത്. അപ്പോൾ അതൊരു പ്രത്യേക രീതിയിലായിരിക്കും, അല്ലെങ്കിൽ സ്പിരിച്വൽ രീതിയിൽ എന്തെങ്കിലും ആ ടൈപ്പിലോ കള്ളനെ പോലെ വരും ഒരു വേർഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആ ടൈപ്പിലൊക്കെ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ടൈപ്പിൽ ശരി, അതൊക്കെ പറഞ്ഞു പോയി. അതൊക്കെ പൂവിട്ടു, അത് വീണ്ടും വിടരും, വീണ്ടും ബ്ലോസം ചെയ്യും. അപ്പോൾ റാപ്ചറിന് വേണ്ടി. അപ്പോൾ അത്ര തന്നെ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പം നമുക്ക് വേണ്ടാത്ത കാര്യമാണെന്ന് ഇതാണെന്ന് അവർ ഒരു ഇഷ്ടമില്ലാത്ത സ്ഥലവും അത് തിരഞ്ഞെടുക്കുമ്പോഴും ഒരു ബാഡ്ലി മോട്ടിവേറ്റഡ് സ്ഥലവും അല്ലെങ്കിൽ എന്താ പറയുക വെടി വെച്ച് മരിക്കും എന്നൊക്കെ പറയുന്നത് ഒരു ധൈര്യമുള്ള അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. അത് ചെയ്യുന്നത് ഒരു ഫേക്ക് ഡെഡ് ബോഡി സിറ്റുവേഷനാണ് ഉണ്ടാക്കി വെക്കണേ. അപ്പോൾ അതിൽ ഞാനത് ഫേക്കായിട്ട് വരേണ്ട ഒരു കാര്യമില്ല. അതിൽ പല രീതിയിലും വരും. വെച്ചാൽ വേറെ ഞാൻ മടുത്തിട്ട് വേറെ രീതിയിൽ ഡൗൺ ആയിട്ട് എന്തെങ്കിലും ഡ്രഗ്സ് അടിച്ച് കിടക്കേണ്ടി വരും. ഞാൻ ഫ്രാങ്കായിട്ട് പറയുള്ളൂ, അങ്ങനെ ഇല്ല, അങ്ങനെ ആവണില്ലേ. അപ്പോൾ അതിനുള്ളത് ക്യാരസ് എനിക്കറിയാം. അതുപോലെ അത് കഴിക്കണം മറ്റേ ഉയർത്താലും ഫേക്ക് ഡെഡ് ബോഡിനെ ഉയർപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഗണ്ണ് വെച്ച് ഉയർത്തുമ്പോൾ ഞാൻ ഓർക്കും ഗണ്ണ് വെച്ച് സാധിച്ച് ചെയ്യുമ്പോൾ അവരുടെ ഇപ്പോഴേക്കും തൊലയാനുള്ള എന്തായിട്ട് അവർ കാണുന്നില്ല. എനിക്ക് കണ്ട മനസ്സിലാക്കുക അവർ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്കറിയാം ഫേക്ക് ഡെഡ് സിറ്റുവേഷനാണ്. ചെയ്യുമ്പോൾ അപ്പം തന്നെ വന്നിട്ട് സ്കള്ളിൻ്റെ ഉള്ള ആൾക്കാരുടെ സ്കൾ പിസ്റ്റോൾ പെട്ടെന്ന് അങ്ങനെ കയറുന്നതിന് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. മിസ്റ്റേക്സ് എന്നിട്ട് അവർ വിൻഡോ കൂടെ തെറിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ആവേണ്ട കാര്യമില്ല. പിന്നെ അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് അച്ഛന്മാരോട് പറഞ്ഞ് അങ്ങനെ ചെയ്യേണ്ട ഒരു നമ്മുടെ സൗണ്ട് ശരിക്കും വരാനുള്ള വോയിസ് വൂം പോലെ ഫോണിൽ കൂടെ കേൾക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവണം ഇതെന്താ നിനക്ക് എന്താ പറ്റിയാടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അവരോട് അവിടുന്ന് മറുപടി ഇങ്ങനെ കിട്ടേണ്ടത് ഇങ്ങനെ കാര്യമില്ലല്ലോ. പിന്നെ അങ്ങനെ ചെയ്തിട്ടൊരു കാര്യമില്ല.
ഉയർത്തു 9 മണിക്കൂർ യാത്ര ചെയ്ത് അങ്ങോട്ട് പോയി. ഇഷ്ടമുള്ള സ്ഥലമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അപ്പോൾ അതിൽ നമ്മുടെ നാച്ചുറലായിട്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമുക്ക് ഒരു സംസാരിക്കുമ്പോൾ സൗണ്ട് വരണല്ലേ, അവർക്ക് നമ്മൾ പറയാൻ തിരിച്ചറിയണല്ലേ, ആരെന്താ നിനക്ക് എന്താ പറ്റിയാടാ, നിനക്ക് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതിൽ വേറെ രീതിയിൽ അവരുടെ രീതിയിൽ ശരിയുള്ളത് തെറ്റാന്ന് മനസ്സിലാക്കിയത് ശരിയാവാണ്ട് നമ്മുടെ ഭാഗത്ത് തെറ്റുള്ള പോലെയോ അവിടെയും. പിന്നെ 10 മീറ്റർ 100 മീറ്റർ അകലെ 10 മീറ്റർ 100 മീറ്റർ അകലെ പറഞ്ഞിട്ട് കാര്യമില്ല. മുഖത്തോക്കി പറയണ്ട, മുഖത്തോക്കി പറയുമ്പോൾ അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിൽ ഒരു 2 ഓഗസ്റ്റ് 88 ജനിച്ച ആ രീതി ഒരു പോയിട്ട് വരണല്ലേ. അപ്പോൾ എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ മുഖത്തിൻ്റെ കാര്യം ഞാൻ ഈ റെക്കോർഡിങ് തുടങ്ങണ മുമ്പ് പറഞ്ഞു. എൻ്റെ മുഖം ശരിക്കും ഇപ്പോൾ ഉള്ള പോലെയല്ല. അപ്പോൾ എൻ്റെ മുഖം ശരിക്കും നല്ല വിടർന്ന മുഖം, ആ ടൈപ്പിൽ ആ മുഖം വരണല്ലേ. ഇപ്പോൾ ഇവിടെ പറഞ്ഞൊരു ഇങ്ങനൊരു മുഖമാണ് ഇരിക്കണത്. വെച്ചാൽ ചെറുതായിട്ട് മടി ഇരിക്കണ താമസങ്ങൾ അയച്ചൊരു ഫോട്ടോ ഉണ്ട്. അതിലിങ്ങനെ ഇങ്ങനെ ഇരിക്കണം. ആ മുഖത്തിന് വിടർന്ന് വരണ മുഖം പലയിടത്തും വേറെ രീതി വരുന്നുണ്ട്. അപ്പോൾ അതാ പറയണേ, എൻ്റെ പപ്പിയും ഫാമിലി പറയും, ഇത് ആരും ഇത് മനസ്സിലാവണല്ലോ, ആരാന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. പല സ്ഥലത്തും പല ഡ്രസ്സ് ഇടുമ്പോൾ പല വേറെ വേറെ മുഖങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് വോയിസ് വരാത്തത്, ബൂം ബൂം എന്ന് കേൾക്കുന്നതും നിങ്ങൾക്ക് എന്താ പറ്റിയാടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ തെറ്റ് മുറുകെ പിടിച്ച് അവർ ജയിച്ച പോലെയല്ല, വേറെ ടൈപ്പിലായ പോലെ, കുഴിയിൽ ചാടിക്കണ പോലെ. അത് വേണ്ട. പിന്നെ ഫേക്ക് ഡെഡ് ബോഡീനെ ഉയർപ്പിക്കേണ്ട കാര്യമില്ല. അറിയാത്ത ബാഡ്ലി മോട്ടിവേറ്റഡ് സ്ഥലത്ത് അങ്ങനെ നമ്മളിപ്പോൾ യാദൃശ്ചികമായി പോകേണ്ട കാര്യമില്ല ഈ മുഖം വെച്ച്. അപ്പോൾ അത് വേണ്ട. അപ്പോൾ അത് തീർന്നു. പിന്നെ ഞാൻ പറയുന്നത്, ഇപ്പം ബാംഗ്ലൂർ എന്ന് പറയുന്നത് വൃത്തികെട്ട സ്ഥലം എനിക്കറിയാം. പണ്ട് ചാടി പഠിച്ച് ട്രെയിൻ കയറാണ്ട് പണ്ട് ഇവിടെ ചടഞ്ഞു കൂടിയിരിക്കണവർ ഹിന്ദി പറഞ്ഞു നടക്കും. അവർ മലയാളം എഴുതിയും വായിച്ചും കണ്ടും പറഞ്ഞ് പഠിച്ചിട്ടില്ലേ. അവർ ബ്രോ എന്ന് പറഞ്ഞ് നടക്കും. ബൊക്കോ റോബൻ കത്തോലിക്കോ, ഹിന്ദുസ് മുസ്ലിംസ് അല്ല, നമ്മൾ ഗുഡ് കഴിക്കണം, ബാപ്റ്റിസം ഒന്നും ചെയ്യില്ല. ബാപ്റ്റിസം അവർ അനുവർത്തിക്കണല്ലേ ഈശോയുടെ മാതൃക. അതുപോലത്തെ പിന്നെ എന്നിട്ട് അവർ അനുവർത്തിക്കാത്തത്. പിന്നെ പീസ് ബോയ്സ് ഓണം അങ്ങനെയൊക്കെ പറയണവരാണ്. അപ്പോൾ റോമൻ കാത്തലിക്ക് തെറ്റാന്നറിയാം. അവർ പിന്നെ വീട്ടിൽ ഫാമിലിയിൽ അനിയന്മാരാണ്. അവർ ഒരു സ്ഥലത്ത് അനിയനാണെങ്കിൽ ഒരു സ്ഥലത്ത് മൂത്തവനാണെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു ഫാമിലിയിൽ അനിയനായിരിക്കും, 2 സ്ഥലത്ത് മൂത്തവനായിട്ട് ഇരിക്കണേ. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ അവർക്ക് വേറെ ഫാമിലി ഉള്ളവരല്ലേ. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വേറൊരു ഭാഷയാണ്. അവർ ബാഡ്ലി മോട്ടിവേറ്റഡ് അതുകൊണ്ട് പറയണേ. അവിടെ ഇപ്പോൾ ഗോവയിലാണ് പണ്ടൊരു പോർച്ചുഗീസുകാർ 1987 വിട്ടിട്ട് അവിടെ പോർച്ചുഗീസുകാരും തമിഴ്നാട്ടിലും ബാംഗ്ലൂരിലൊന്നുമല്ലല്ലോ, അവിടുത്തെ ഹിന്ദി പറയിപ്പിക്കില്ലേ ഗോവയിൽ. അവിടുത്തെ ബീച്ചും മലകളും ഒരു ചെറിയ ഉണ്ട സ്ഥലമാണ്. ആ ഉണ്ട സ്ഥലത്ത് പല രീതിയിലുള്ള നേച്ചറുണ്ട്. അവിടുത്തെ സ്മെൽസും അവിടെ യാത്ര ചെയ്ത് നോക്കി ഒരു ബസ്സിൽ പനാച്ചി അവിടെയൊക്കെ അടുത്തടുത്ത് പെട്ടെന്ന് യാത്ര എത്തും. അവിടെ ഒരു പ്രത്യേക സ്മെല്ലുണ്ട്. അവിടുത്തെ മരങ്ങളുടെ അവിടുത്തെ ഭക്ഷണത്തിനും എല്ലാത്തിനും അമാനാണ്. എന്തൊരു തരം ഡ്രഗ്സ്, എന്തൊരു തരം ഈ ഇലകളുടെ കുഴഞ്ഞ ഒരു തരം ഒരു മിക്സ് മണമുണ്ട് അവിടെ. അപ്പോൾ എല്ലായിടത്തും അറ്റ്മോസ്ഫിയറിലാണ്. അപ്പോൾ അതുപോലെ അടുത്തടുത്ത് തന്നെയാണ് ഇങ്ങനെ മലകളും ഇപ്പോൾ കുറേ വെള്ളച്ചാട്ടവും മലകളൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ കിടക്കുകയാണ്. ബീച്ചുകളാണ്, കുറേ ബീച്ച് ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട് അടുത്തടുത്ത് തന്നെ. അപ്പോൾ അതിന് കുറേ ട്വിൻ ടൗൺസും പല രീതിയിലും ഭാഷ. അവിടെ കൊങ്കണി, പോർച്ചുഗീസ്, ഇംഗ്ലീഷ് ബാംഗ്ലൂർ തമിഴ്നാട്ടിലൊക്കെ പറയും. ഇംഗ്ലീഷും പോർച്ചുഗീസും കലർന്ന വേർഡ്സും ലാംഗ്വേജൊക്കെ പറഞ്ഞ് കൊങ്കണി മാത്രമേ പറയാൻ പാടുള്ളൂ പറയും. ഹിന്ദി പറയരുതെന്ന് പറയും ചെറുപ്പത്തിൽ വളരണവരോട്, അവിടെ പഠിച്ച് വളരണവരോട്. അപ്പോൾ ഹിന്ദി പറഞ്ഞാൽ ശീലിച്ചിട്ടില്ലേ. അപ്പോൾ അകത്തായാലും പുറത്തായാലും പറയും. അപ്പോൾ ബാഡ്ലി മോട്ടിവേറ്റഡ് സ്ഥലമല്ല അത്. ഗോവ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഉണ്ട സ്ഥലം അതല്ല. അപ്പോൾ അത് ഇപ്പോൾ ബാംഗ്ലൂർ വഴി മൈസൂരൊക്കെ വഴി വൃന്ദാവൻ ഗാർഡൻസ് കാണുന്നത് ആ രീതിയിൽ ഞാൻ കാണാം ചെറുപ്പത്തിലോട്ട്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് അത്ര അവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവിടുത്തെ രീതിയൊന്നും എനിക്കിഷ്ടമല്ല. അവിടുത്തെ മനുഷ്യരുടെ ബാഡ്ലി മോട്ടിവേറ്റഡ് കൾച്ചറാണ്. കുറേ പേര് അങ്ങനെ കുറേ അരന്നുകൂട്ടി വാങ്ങുന്നുണ്ട്. ഇപ്പോൾ ഗോവയാണെങ്കിലും ഇസ്രായേലാണെങ്കിലും ജൂഷാണ്, അവർ അധികം ക്രൈം റേറ്റ് ഇല്ല. ഗോവയിൽ നോക്കിക്കോ, ഇവിടെ ന്യൂസ് പേപ്പറിൽ നോക്കിക്കോ, ഒരു ക്രൈം റേറ്റ് ഉണ്ടാവില്ല. പിന്നെ ഇസ്രായേലും അതുപോലെയാണ്. മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സ് പോലെയല്ല. അപ്പോൾ അത് പറഞ്ഞു.
അപ്പോൾ ലാറ്റിൻ കാത്തലിക്കാണ്, എന്നാലും ലാറ്റിൻ എന്ന് പറയുന്ന വ്യത്യാസം ഉണ്ട്, എനിക്കറിയാവട്ടെ. അപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ വീട്ടിലെ അനിയന്മാരായിട്ട് പടുപിടിയോട് ഉപദേശം ചോദിച്ച് സ്വന്തം വീട്ടിലെ അരുന്ന് കൂട്ടി വാങ്ങി, ചെറുപ്പത്തിൽ തന്നെ അരുന്ന് കൂട്ടി വാങ്ങി കുടിച്ചിട്ടൊക്കെ അടിച്ച് അവർ ഗുഡ് കഴിച്ചിരിക്കണം. അതിൻ്റെ കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെ മാറിയിട്ട് കാര്യമല്ലോ. ആ ഒരു തരിച്ച ഒരു തലയുണ്ടല്ലോ, അതപ്പോഴും മാറാൻ പറ്റാണ്ട് ഇപ്പോഴും കുറേ മേരിദാസും അങ്ങനെയുള്ളവരായിട്ട് പണ്ട് ഓട്ടോ ജോർജും വിൻസെൻറ്റും ഒരു ചിടുങ്ങാണ്. അവരോടൊക്കെ പറഞ്ഞ് മണ്ടൻ കോൺടാക്ട്സ് വെച്ച്, റോമൻ കത്തലിക്സ് ആയിരുന്നപ്പോൾ മണ്ടൻ കോൺടാക്ട്സ് വെച്ച് കുറേ വിവരമില്ലാത്ത സംസാരം പറഞ്ഞു. മൂത്തവരോ അനിയൻ തമ്മിൽ വ്യത്യാസം അറിയാണ്ട്, മൂത്തവരെ വ്യത്യാസമുണ്ട്, അനിയൻ വളരെ വ്യത്യാസമുണ്ട്, മുഖത്തിന് വിടർന്ന വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ചൈനയിലും എന്നുള്ളവർക്ക് ഈ മുഖം കിട്ടില്ലല്ലോ. ഒരു വിടർന്ന മുഖം ചൈനക്കാർക്ക് കിട്ടുമോ? ഇല്ല. ചൈന എന്നുള്ളത് കുറേ ക്രിസ്ത്യൻസ് ഉണ്ടെങ്കിലും അവർ ബൈബിള് അവർ പ്രൊഹിബിറ്റഡ് ആണെങ്കിലും കുറേ പേര് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി ബൈബിൾ വായിക്കണവരുണ്ടെന്ന്. എത്ര ഒരു കുറേ 15-20 മില്യൺ ക്രിസ്ത്യൻസ് ഉണ്ട് ചൈനയിൽ. അപ്പോൾ 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 അങ്ങനെ ഒരു ഇത് വരില്ല. അപ്പോൾ മുഖത്തിന് മാറ്റം വരണം, ഇത് വരണം, അത് പറഞ്ഞത്. അതുപോലെ തിരുവനന്തപുരത്തും ആലപ്പുഴയും ചടഞ്ഞുകൂടി ഇരിക്കണവർ അവിടെ ഇരിക്കുള്ളൂ. അത് പഴയ സമയത്തായാലും ഏത് സമയത്തായാലും, ഏതോ പ്രാചീനമായ സമയത്ത് ഏതോ ബർത്ത് ഡേറ്റ് ഏതോ സമയത്ത് ജനിച്ചവർ, 1947 1960 ജനിച്ചവർ, 1960 ജനിച്ചവരൊക്കെ എവിടെയും ഇൻഡിപെൻഡൻസ് ഡേയുടെ അവിടെ കിടക്കണം. 1960 കിടക്കണം. അത് ഈ 2888 2008 12 വയസ്സ് കഴിഞ്ഞ് ഇവിടെ വരണ പോലെ ആവോ? 1988 2888 26 അത് കൂട്ടി വരണ പോലെ ആവോ? ഇല്ല. അപ്പോൾ അതിൽ കാര്യമില്ല, പറയണമെങ്കിൽ കാര്യമില്ല. പിന്നെ മനസ്സിലാക്കുക, ഫേക്ക് ഡെഡ് ബോഡിക്ക് ഉയർപ്പിക്കേണ്ട കാര്യമില്ല. ഫേക്ക് ബർത്ത് ഡേറ്റ് പോലെയല്ല. പ്രാചീനമായവർ ചിന്തിക്കണ പോലെ ഇൻഡിപെൻഡൻസ് ഡേയുടെ സമയത്ത്, പ്രാചീനമായ സമയത്ത് ഇപ്പോൾ നിങ്ങൾ പറയണ കേട്ടാൽ തോന്നും ഞാൻ നിങ്ങളോട് ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കാൻ പറഞ്ഞു, റോമൻ കാത്തലിക് പോലെ നടക്കാൻ പറഞ്ഞു. അതില്ലെങ്കിൽ ഞാൻ പറയണ കേട്ടാൽ തോന്നും നിങ്ങൾ പറയണ കേട്ടാൽ തോന്നും ഞാനാണ് 1947 ജനിച്ചത്, ഞാനാണ് 1960 ജനിച്ചത്. അത് നേരെ വിപരീതമല്ലേ നിങ്ങൾ പറഞ്ഞത്. ഗാന്ധിജികൾ ഇത് പറയുമോ? ഗാന്ധിജികളൊക്കെ അവരുടെ ഹിന്ദി പറഞ്ഞുള്ള സ്വഭാവമാണ്. ഹിന്ദിയാ സാൻസ്ക്രിറ്റാ അതൊന്നും ഞാൻ പറയണില്ലല്ലോ. ഹിന്ദി സാൻസ്ക്രിറ്റ് അടിച്ചാൽ അവർക്ക് ഗുഡ്ക്കും പാന കഴിക്കണ സ്വഭാവമുണ്ട്. അവരുടെ പല്ല് നോക്കി, അവരുടെ ഫോട്ടോ എടുത്ത് നോക്കി, അവരുടെ പല്ലൊക്കെ കറുത്ത് ഇങ്ങനെ റെഡ് കളറായിട്ട് അങ്ങനെ കറുത്ത് ഇതായിട്ടിരിക്കും. എൻ്റെ പല്ലുണ്ട് എപ്പോഴും ഇൻടാക്റ്റാണ്, ഒരു നല്ലൊരു ഇതായിരിക്കും. പല്ല് പോലും എത്ര വയസ്സായാലും എൻ്റെ പല്ല് നല്ല ഇൻടാക്റ്റ് ആയിരിക്കും, വെളുത്ത് ഇൻടാക്റ്റ് ആയിരിക്കും, നല്ല തിളങ്ങണ പോലെ. പക്ഷെ അങ്ങനെ ഹിന്ദിയെ പറയണില്ല. അങ്ങനെയുള്ളൊരു ഗാന്ധിജികളും അവർ ഹിന്ദി പറയണവർ അത് കുട്ടൊക്കെ കഴിച്ച് കറുത്ത് ഇങ്ങനെ എന്താ പറയുക, പല്ലൊക്കെ ഇങ്ങനെ ദ്രവിച്ച് വേറെ ടൈപ്പിലായിരിക്കണേ, വിടവൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെയല്ല. അപ്പം നിങ്ങൾ ഏതോ വേറെ വീട്ടിൽ സ്വപ്നം കാണണമെന്ന് ഇപ്പോഴും ഞാൻ പറയണം. പിന്നെ ഫേക്ക് സിറ്റുവേഷൻ്റെ വരവ് കണ്ട മനസ്സിലാവും അത് ഫേക്ക് സിറ്റുവേഷൻ തന്നെയാണ്. ഫേക്ക് ന്യൂസ് കണ്ടാൽ മനസ്സിലാവും. എന്തിനാണ് ഈ ഫേക്ക് ന്യൂസുകൾ ഫേക്ക് ന്യൂസ് ചാനൽസിൽ ഉണ്ടാക്കണതെന്ന് അറിയില്ല. എന്നിട്ട് കുറേ പേര് അത് കാണാനും നടക്കട്ടെ. അപ്പോൾ ഉള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വരും. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ ഹിന്ദുസിനും ബാക്കി മുസ്ലിംസിനും റോമൻ കാത്തലിക്സിനും അങ്ങനെ അങ്ങോട്ട് റിസറക്ഷനോട് വിശ്വാസമില്ല. ഫിസിക്കൽ റിസറക്ഷനാണ് സ്പിരിച്വൽ റിസറക്ഷനോട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു ഫേക്ക് ഡെഡ് ബോഡി സിറ്റുവേഷൻ ആ വരവ് കണ്ടറിയാം അവരുടെ അത് ഫേക്ക് തന്നെയാണ്. എവിടെ നമുക്ക് മനസ്സിലാവില്ല അവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് കണ്ടുകൊണ്ടിരിക്കണമായിരിക്കും. അപ്പോൾ ഫേക്ക് ഒരു ഡെഡ് ബോഡി സിറ്റുവേഷൻ കണ്ട ഫേക്ക് ഡെഡ് ബോഡീനെ എനിക്ക് ഉയർക്കേണ്ട ഒരു കാര്യമില്ല. ഫേക്ക് ഡെഡ് ബോഡി ഓൾറെഡി ഫോർ ലിവിങ് ആണ്. തിടുക്കം കാണിച്ച് എക്സൈറ്റ്മെൻറ്റ് കാണിച്ച് അതിന് ഉയർപ്പിക്കേണ്ട ഒരു കാര്യമില്ല എനിക്ക്. നാച്ചുറലായിട്ട് എങ്ങനെ സാധാ രീതിയിൽ പോകണം ചോദിച്ച് മനസ്സിലാക്കി ചെയ്യും. അതുകൊണ്ട് ഈ മോദ്യം വെച്ച് വരില്ല. അപ്പോൾ ശബ്ദം ഭൂമാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് അർത്ഥം. മുമ്പ് ഞാൻ വിചാരിച്ച പോലെയല്ല അത്. അപ്പോൾ അത് എന്ത് രീതിയിൽ ഫേക്ക് ഡെഡ് ബോഡി സിറ്റുവേഷൻ ആണെങ്കിലും ഒരു ക്രൈം രീതിയിൽ നടന്ന സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ ഡൗൺ ആയിട്ട് ചെയ്താലും എന്തെങ്കിലും ഫേക്ക് ഡെഡ് ബോഡി സിറ്റുവേഷൻ ഉയർക്കണ രീതി വന്നാലും ഫേക്ക് ഡെഡ് ബോഡി എന്തായാലും ഉയർക്കണമല്ലോ, ചാടിയിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ പിന്നെ ഡൗൺ ആയിട്ട് വേറെ എന്തെങ്കിലും മോന്തം കാണുമ്പോൾ ക്ഷണിക്ക് ഡൗൺ ഡ്രഗ്സ് അങ്ങനെ ചെയ്യേണ്ടി വരും. ചെയ്യണല്ലേ. എന്നിട്ട് വേറെ എന്തെങ്കിലും നമുക്കെന്തെങ്കിലും അങ്ങനെയൊക്കെ വരും. ഒരു അസോൾട്ട് പോലെയോ 3-7 വർഷം ജയിൽ തടവും ആ ടൈപ്പാവും. പിന്നെ എന്താണ് ഉണ്ടാവണേ?
7 വർഷം ജയിൽ തടവും. വൃത്തികെട്ട ഭക്ഷണം കഴിച്ച് ജയിലിൽ കിടക്കേണ്ട കാര്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും, ജീവിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് 10 ലക്ഷം ആസ്തിയുണ്ട്. അങ്ങനെ നമുക്ക് 6500 കാര്യങ്ങൾക്ക് വേണ്ടി ട്രസ്റ്റ് ചെയ്ത് ആയം പോലെ മിത്യവ്യയം പാലിച്ച് ജീവിക്കാം. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ. വേറെ എന്തെങ്കിലും നമുക്ക് കിട്ടിയാലും സഹകരിച്ച് ചെയ്താലും സന്തോഷത്തോടെ ചെയ്താലും ലവ് എന്തെങ്കിലും പങ്കുവെച്ചാലും അതൊരു രീതിയിൽ നടക്കും. ജയിലിൽ തന്നെ കിടന്ന് വൃത്തികെട്ട ഭക്ഷണം കഴിച്ച് പാറ്റ വീണ പല്ലി വീണ ഭക്ഷണം കൂടെ എല്ലാം കൂടി കഴിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് തടവുണ്ട്. മിസ്ഹാൻഡ്ലിങ് ഓഫ് കോർപ്സിന് അതിന് തടവുണ്ടോ? പോലീസുകാർ കണ്ട നല്ല ശിക്ഷയും കിട്ടും. അതിന് പിന്നെ വേറെ എന്താ ചെയ്യുക? അതിന് ഇതും വരും, ഫൈനും വരും. അതുപോലത്തെ മീഡിയ അത് വരും, പർപ്പസ് ഫണ്ട് വരും. കുഴപ്പമില്ല. അത് അങ്ങനെ പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യമില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അധികം ശോഷിച്ച രീതിയിൽ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ആ രീതിയിൽ പോകണം. അപ്പോൾ പറയേണ്ട രീതി ആവശ്യം ഉണ്ടെങ്കിൽ സംസാരിക്കാം. ബൂം പോലെ ബ്രിട്ടിൽ കമ്മ്യൂണിക്കേഷൻ, ബ്രിട്ടിൽ കോംസ്, ബ്രിട്ടിൽ ടോക്സിന് ഒരു നോവർ അതൊരു സ്ഥലത്തേക്ക് എത്തിക്കില്ല. റീച്ച് നോവർ. അതുകൊണ്ട് എക്സാക്ട് കമ്മ്യൂണിക്കേഷൻ കോപ്പറേഷൻ. ബൂം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിനക്ക് എന്താ പറ്റിയാടാ ആ രീതിയിൽ പറഞ്ഞ കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ സാധാ രീതിയിൽ നാച്ചുറലായിട്ട് പോകുമ്പോൾ ആ രീതിയിൽ വരും. അപ്പോൾ ആവശ്യമില്ലെങ്കിൽ നമ്മൾ ഒരു ഫേക്ക് ഡെഡ് ബോഡീനെ ഉയർപ്പിക്കേണ്ട കാര്യമില്ല. സാധാ രീതിയിൽ അന്നത്തെ 2000 years ഫേക്ക് ഡെഡ് ബോഡീനെ ഉയർപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. 2000 years പെട ചെയ്ത പോലെ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി. അത് സാധാ രീതിയിൽ നമുക്ക് നോക്കാം, ട്രൈ ചെയ്യുക. 5 ട്രൈ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാവട്ടെ, ഉയർക്കുക, കുഴിച്ചിടുക, എന്തെങ്കിലും ആവട്ടെ. അത് കഴിഞ്ഞൊരു തരംഗം ചേഞ്ച് വരണ രീതി പറയണം. അപ്പോൾ പറയുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന് ബ്രിട്ടിൽ ടോക്സിൻ്റെ ആവശ്യമില്ല. എക്സാക്ട് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് പിന്നിട്ട് വേറൊരു ശോഷിച്ച ബൂം എന്നുള്ള സംസാരത്തിൻ്റെ ആവശ്യമില്ല. എനിക്കെന്താ പറ്റിയാടാന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത കൊടുത്ത് ആവശ്യമുള്ള പോലെ പോകേണ്ട കാര്യമില്ല. ആവശ്യമില്ലാത്ത രീതിയിൽ സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഫേക്ക് ഒരു സിറ്റുവേഷൻ്റെ ഉണ്ടാക്കേണ്ട രീതി മനസ്സിലാവും പെട്ടെന്ന്. ഫേക്ക് ഡെഡ് ബോഡി സിറ്റുവേഷൻ്റെ ആവശ്യകത വരണമില്ല. അപ്പോൾ ആ രീതിയിൽ പോകണം.